BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന 6-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തൃപ്പൂണിത്തുറ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ഹെവി ഗുഡ്സ് വാഹനങ്ങൾ മുളന്തുരുത്തി, ചോറ്റാനിക്കര, തിരുവാങ്കുളം, സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി എറണാകുളം ഭാഗത്തേക്കും, വൈക്കം ജംഗ്ഷനിൽ നിന്ന് വരുന്ന ഹെവി ഗുഡ്സ് വാഹനങ്ങൾ നടക്കാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മുളന്തുരുത്തി വഴി തിരുവാങ്കുളം സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി എറണാകുളം ഭാഗത്തേക്കും പോകേണ്ടതാണ്. കോട്ടയം, വൈക്കം, മുളന്തുരുത്തി ഭാഗങ്ങളിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട സർവീസ് ബസ്സുകളും ചെറുവാഹനങ്ങളും കണ്ണൻകുളങ്ങര ജംഗ്ഷനിലെത്തി മിനി ബൈപ്പാസ് വഴി പോകേണ്ടതാണ്. കോട്ടയം, വൈക്കം എന്നീ ഭാഗങ്ങളിൽ നിന്നും കാക്കനാട്, അമ്പലമേട്, തിരുവാങ്കുളം എന്നീ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ നടക്കാവ് ജംഗ്ഷനിലെത്തി വലത്തോട്ട് തിരിഞ്ഞ് മുളന്തുരുത്തി, ചോറ്റാനിക്കര വഴി പോകേണ്ടതാണ്. എറണാകുളം, വൈറ്റില എന്നീ ഭാഗങ്ങളിൽ നിന്നും വൈക്കം, മുളന്തുരുത്തി, കോട്ടയം എന്നീ ഭാഗങ്ങളിലേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും പേട്ട ജംഗ്ഷനിലെത്തി ഇരുമ്പനം ജംഗ്ഷൻ വഴി പോകേണ്ടതാണ്. വെണ്ടല, ഏരൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നും കോട്ടയം, അമ്പലമേട്, മൂവാറ്റുപുഴ എന്നീ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഏരൂർ ലേബൻ ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് ട്രാക്കോ കേബിൾ ജംഗ്ഷനിലെത്തി സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി ഇരുമ്പനം ജംഗ്ഷനിലേക്കും പോകേണ്ടതാണ്. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ ബൈക്ക് റേസിംഗ് സംഘങ്ങൾ വിലസുന്നതായി പരാതി. സംസ്ഥാന പാതയിൽ വാഹന തിരക്കേറിയതോടെയാണ് ഇക്കൂട്ടർ പോക്കറ്റ് റോഡുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എടവനക്കാട്, അണിയൽ, നെടുങ്ങാട് റോഡിലും മറ്റും ഇത്തരക്കാരുടെ സാന്നിധ്യം ഇപ്പോൾ വ്യാപകമാണെന്നും നാട്ടുകാർ പറയുന്നു. കാതടിപ്പിക്കുന്ന ശബ്ദത്തോടുകൂടിയാണ് രാത്രിയും പകലും ഇരുചക്ര വാഹനങ്ങൾ പായുന്നത്. ഇത് പലപ്പോഴും മറ്റ് വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറുന്നു. പോക്കറ്റ് റോഡുകൾക്ക് വീതി കുറവാണെന്നതിന് പുറമെ ഒട്ടേറെ വളവുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചിലപ്പോൾ ഒട്ടേറെ വാഹനങ്ങളിലായി സംഘം ചേർന്നാണ് ഇക്കൂട്ടർ എത്തുന്നത്. ഇതിന്റെ മറവിൽ ലഹരിമരുന്ന് ഇടപാടടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നാട്ടുകാർ ആക്ഷേപമുണ്ട്. എന്നാൽ വേണ്ടത്ര പരിശോധന നടത്താൻ അധികൃതർ പലപ്പോഴും തയ്യാറാകുന്നില്ല. രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾ റോഡിലിറങ്ങുന്ന സമയത്ത് സ്കൂൾ പരിസരങ്ങളിലും അമിത വേഗക്കാരായ ബൈക്കുകാരുടെ ശല്യമുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും സൈലൻസർ നീക്കം ചെയ്തതുമായ ബൈക്കുകളിലാണ് പലരുടെയും സഞ്ചാരം. സ്കൂൾ അധികൃതരുടെയും രക്ഷാകർത്താക്കളുടെയും പരാതികൾ ശക്തമാണെങ്കിലും ഇക്കൂട്ടർ പലപ്പോഴും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ഥിതിയാണ്. ആലുവ, പറവൂർ പ്രധാന പാതയിൽ യാത്രാക്ലേശം രൂക്ഷം. മണിക്കൂറുകൾ കാത്തിരുന്നാലും ബസ്സുകൾ കിട്ടാത്ത സ്ഥിതിയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. KSRTC സർവീസ് മാത്രമുള്ള റൂട്ടായതിനാലാണ് യാത്രക്കാർ ഏറെ വലയുന്നത്. വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഇതുവഴി ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ എണ്ണം കുറവായതിനാൽ യാത്രക്കാർ ഏറെ നേരം ബസ് സ്റ്റോപ്പുകളിൽ കാത്തിരിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. നിർത്തിവച്ചിരിക്കുന്ന പല സർവീസുകളും പുനരാരംഭിക്കാത്തതാണ് യാത്രാ ദുരിതത്തിന്റെ പ്രധാന കാരണം. കൂടാതെ അശാസ്ത്രീയമായ ഷെഡ്യൂൾ പരിഷ്കരണവും യാത്രാ ദുരിതത്തിന്റെ കാരണമെന്നാണ് ആക്ഷേപം. ബസ്സുകൾ സമയത്തിന് എത്താത്തതായതോടെ യാത്രക്കാർ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിപ്പോൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇതുമൂലം ദുരിതം അനുഭവിക്കുകയാണെന്നും പരാതിയുണ്ട്. അതിനാൽ എത്രയും വേഗം നിർത്തിവച്ചിരിക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുകയോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കൂടുതൽ ഷട്ടിൽ സർവീസുകൾ ആരംഭിക്കുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദീഖ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ജസ്റ്റിസ് CS ഡയസ് ഹർജി 13-ന് പരിഗണിക്കാൻ മാറ്റി. 2016-ൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. നടിയുടെ ആരോപണം കരുതിക്കൂട്ടിയുള്ളതാണെന്നും ഇത്തരമൊരു ആരോപണം മുൻപ് ഉന്നയിച്ചിട്ടില്ലെന്നും സിദ്ദീഖ് അറിയിച്ചു. ബംഗാളി നടിയുടെ പരാതിയിൽ ലൈംഗിക അതിക്രമത്തിന് എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കും. കേസ് കെട്ടിച്ചമച്ചതാണെന്നും 15 വർഷം മുൻപ് നടന്നെന്ന് ആരോപിക്കുന്ന സംഭവത്തിൽ ഇപ്പോൾ നൽകിയ പരാതി ദുരുദ്ദേശപരമാണെന്നും രഞ്ജിത്ത് ആരോപിച്ചു.
അങ്കമാലി ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷന് സമീപം വൻ അപകട സാധ്യത. റോഡിലെ കുഴികൾ വീണ് വാഹനങ്ങൾ നിയന്ത്രണം വിട്ടിടിക്കുന്നത് പതിവാകുന്നു. ഇന്നലെ പുലർച്ചെ 3 ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ അങ്കമാലി, കറുകുറ്റി എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട ലോറി പെട്ടെന്ന് ബ്രേക്കിട്ടതിനെ തുടർന്ന് ആ ലോറിയുടെ പിന്നിൽ വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. തൃശൂർ ഭാഗത്ത് നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പച്ചക്കായ കയറ്റി വന്ന ലോറിയാണ് തകർന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ വീണിട്ടുണ്ട്. ഏറ്റവും അപകടകരമായ രീതിയിൽ കുഴികൾ വീണിട്ടുള്ളത് കരയാമ്പറമ്പ് ജംഗ്ഷന് സമീപത്താണ്. ഒട്ടേറെ പ്രാവശ്യം ഇവിടെ കുഴികൾ നികത്തിയിരുന്നു. ഗുണനിലവാരമില്ലാത്ത ടാറിംഗ് നടത്തിയതിനാലാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും പെട്ടെന്ന് കുഴികൾ വീഴുന്നത്. കുഴികൾ ടാറിംഗ് നികത്തുമെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉറപ്പിക്കാറില്ല. ടാറിംഗ് നടത്തിയ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ടാറിംഗ് ഉരുണ്ടുകൂടി റോഡിൽ തന്നെ തടമുഴകൾ വീഴും. കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ സമീപത്തായി കുഴികളോടൊപ്പം ഒട്ടേറെ തടമുഴകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.